ഹായ് ഹലോ എല്ലാ പ്രിയ കൂട്ടുകാർക്കും ബ്രൂസ്ലി പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ വന്നിരിക്കുന്ന ചെറിയൊരു കമ്പാരിസൺ നടത്താനാണ്. നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ CPOയുടെ പുതിയ റാങ്ക് ലിസ്റ്റ് വന്നാലും നിങ്ങളെല്ലാം അറിഞ്ഞു. ഇന്ന് തന്നെയാണ് ഒട്ടുമിക്ക ബറ്റാലിയൻ്റെ റാങ്ക് ലിസ്റ്റുകൾ PSC പബ്ലിഷ് ചെയ്തിട്ടുള്ള മെയിൻ റാങ്ക് ലിസ്റ്റാണ്. അപ്പം എല്ലാവർക്കും അത് വന്നത് മുതലുള്ള ഒരു കൺഫ്യൂഷനാണ് ലിസ്റ്റിൻ്റെ ആൾക്കാരുടെ എണ്ണം നല്ലപോലെ വെട്ടിച്ചുരുക്കിയാണ് PSC ലിസ്റ്റ് ഇട്ടിട്ടുള്ളത്. നിങ്ങൾക്കറിയാം കഴിഞ്ഞ വർഷത്തെ അതായത് 2019 530/2019 ആ നോട്ടിഫിക്കേഷൻ വിളിച്ച് കഴിഞ്ഞ വർഷം വരെ, അതായത് ഈ അടുത്ത കാലങ്ങളിൽ വരെ 2 ദിവസം മുമ്പ് വരെ നിന്നിരുന്ന നമ്മുടെ റാങ്ക് ലിസ്റ്റിൻ്റെ അവസ്ഥ എന്തായെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എത്രത്തോളം സമരങ്ങളാണ് നമ്മുടെ സെക്രട്ടേറിയറ്റിന് മുന്നിലും അതുപോലെ മറ്റു സമര പരിപാടികളും നടന്നതൊക്കെ അറിയാം. എന്തുമാത്രം പ്രതിഷേധങ്ങളാണ് ഉണ്ടായതെന്നൊക്കെ അറിയാം. അപ്പം എന്നിട്ട് പോലും പുതുതായിട്ട് വലിയ നിയമനങ്ങൾ ഒന്നും തന്നെ ആ ലിസ്റ്റിൽ നിന്ന് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു. അടുത്ത ദിവസങ്ങളിൽ തന്നെ പുതിയ PSC റാങ്ക് ലിസ്റ്റും ഇട്ടിട്ടുണ്ടായിരുന്നു CPOയുടെ. അപ്പോൾ അതിൻ്റെ ആൾക്കാരുടെ എണ്ണം നമുക്ക് ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്യാം. എത്രത്തോളം ഉദ്യോഗാർത്ഥികളാണ് റാങ്ക് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുള്ളതെന്ന് നമുക്ക് 2017, 19, 2022 ഡേറ്റാസാണുള്ളത്. 2022 ഇപ്പോൾ വന്ന റാങ്ക് ലിസ്റ്റാണ്. ഇന്ന് വന്ന CPOയുടെ റാങ്ക് ലിസ്റ്റുകളാണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്ക് കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുന്ന ഏറ്റവും വലിയ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ PSCയുടെ പോക്ക് എങ്ങോട്ടാണ്. ഒരു സർക്കാർ ജോലി കേവലം നമ്മുടെ CPO അതായത് പോലീസ് ഓഫീസർ യൂണിഫോം പോസ്റ്റായാലും അങ്ങനെ പറയാൻ കാരണം അതൊരു ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റ് കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ശതമാനം ഉദ്യോഗാർത്ഥികളും ആ ഫിസിക്കൽ ടെസ്റ്റ് പുറത്താവുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സാമിന് പോലും PSC എത്രത്തോളം ആൾക്കാർ ചുരുക്കിയാണ് ഇടുന്നത് നോക്കണം. അതുപോലെ തന്നെ നിയമനങ്ങളുടെ തോത് എത്രത്തോളം കുറഞ്ഞിട്ടുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അതൊന്ന് ഐഡിയ കിട്ടാൻ വേണ്ടിയാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടു നോക്കാം. നോക്കാം. നമുക്ക് ഫസ്റ്റ് നോക്കാം നമ്മുടെ SIPയുടെ ആണ്. തിരുവനന്തപുരത്തുള്ള SIPയുടെ എൻ്റെ 2017 നോക്കണം. 657/2017 ആകെ നിയമന ശുപാർശ 1108 പേരാണ്. 1108 നിയമന ശുപാർശ അഡ്വൈസ് പോയിട്ടുണ്ട്. 1108 1108 സംഖ്യ ഓർക്കണം. അടുത്ത് 2019 ഈ കഴിഞ്ഞ ലിസ്റ്റ്, അതായത് 13/4/2023 ലിസ്റ്റ് നിലവിൽ വന്നത്. 2024 ഏപ്രിൽ മാസം ഈ ലിസ്റ്റ് ക്യാൻസൽ ആയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 32.33. കാരണം എക്സാം നല്ലപോലെ ടഫായെന്ന് നിങ്ങൾക്കറിയാം. ഏതാണ് നമ്മുടെ പ്രിലിമിനറിയും മെയിൻ എക്സാം 2 പാറ്റേണിൽ നടത്തിയ എക്സാമാണ്. അതായത് 2019 വിളിച്ച 2019 വന്ന റാങ്ക് ലിസ്റ്റ് വിളിച്ച ഇതിൻ്റെ എല്ലാം കൂടി വന്ന് റാങ്ക് ലിസ്റ്റ് വന്നത് 2023. ഏകദേശം 4 വർഷത്തോളം എടുത്തു. 4 വർഷമാണ് നോക്കണം. 4 വർഷം കൊറോണയൊക്കെ വന്ന് പോയ കാലഘട്ടമായിരുന്നു. 4 വർഷം എടുത്താണ് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത്. കട്ട് ഓഫ് 32 അതിൽ ഷോർട്ട് ലിസ്റ്റിൽ 3700 പേരുണ്ടായിരുന്നു. റാങ്ക് ലിസ്റ്റിൽ 1713 1713 ആകെ അഡ്വൈസ് പോയത്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്ന് ആകെ അഡ്വൈസ് പോയത് 659. അതിൽ ഓപ്പൺ കാറ്റഗറി OC നിയമന നില ഓപ്പൺ കാറ്റഗറി 575. ബാക്കി നമ്മുടെ കാറ്റഗറി വൈസ് ഉണ്ടല്ലോ, LC, SIUC അങ്ങനെയൊക്കെ പോകില്ല, SC ST അങ്ങനത്തെ ഇതൊക്കെ വെച്ച് ടോട്ടൽ അഡ്വൈസ് 659. OC നിയമന നില 575 ഓപ്പൺ കാറ്റഗറി 575. ഈ പുതിയ ലിസ്റ്റ് നിങ്ങൾ നോക്കണം. 15/4/2024 നിലവിൽ വന്നു. കട്ട് ഓഫ് 45 ഷോർട്ട് ലിസ്റ്റിൽ 1971. ഇവിടുത്തെ ഷോർട്ട് ലിസ്റ്റിൽ എത്ര 3700 ഷോർട്ട് ലിസ്റ്റ് ഇട്ടിട്ട് 1713 പേരെ റാങ്ക് ലിസ്റ്റ് ഇട്ടു. ഇവിടെ നോക്കണം 1971 എത്രത്തോളം വെട്ടിക്കുറച്ചെന്ന് നോക്കണം. റാങ്ക് ലിസ്റ്റ് നോക്കണം 895 പേരെ റാങ്ക് ലിസ്റ്റുള്ളൂ. 1713 റാങ്ക് ലിസ്റ്റുള്ളടുത്ത് അടുത്ത റാങ്ക് ലിസ്റ്റ് 895. ഇനി ഇതിൽ എത്ര പേർക്ക് നിയമനം കൊടുക്കും നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? ആദ്യം PSC പറഞ്ഞത് മുഴുവൻ പേർക്കും റാങ്ക് ലിസ്റ്റുള്ള 92% ആൾക്കാർക്കും നിയമനം കൊടുക്കാൻ വേണ്ടിയാണ് ലിസ്റ്റ് ചുരുക്കുന്നതെന്നാണ് പറഞ്ഞത്. എന്നിട്ട് ആ വന്ന ലിസ്റ്റിലുള്ള 10% പേർക്ക് മാത്രമേ അഡ്വൈസ് പോയുള്ളൂ. PSC വെട്ടി ചുരുക്കിയത് തന്നെ 90% ഉദ്യോഗാർത്ഥികൾക്കും നിയമന ശുപാർശ നൽകാൻ വേണ്ടിയാണ് PSC വെട്ടി കുറച്ചത് തന്നെ ലിസ്റ്റ് ചുരുക്കിയത്. എന്നിട്ട് ആ ലിസ്റ്റ് ചുരുക്കിയ ലിസ്റ്റിലുള്ള 50% പോലും ആൾക്കാർക്ക് കൊടുത്തിട്ടില്ല. അപ്പം പുതിയ ലിസ്റ്റ് വന്നിട്ടാണ് 895. ഇനി ഇതിലെത്ര പേർക്ക് റാങ്ക് ജോലി കിട്ടുമെന്ന് ആർക്കറിയാം. അതുപോലെയാണ് മലപ്പുറം MS പീരത് 2017 സമയത്ത് 832. ഈ കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 3611 പേര് ഷോർട്ട് ലിസ്റ്റ്, റാങ്ക് ലിസ്റ്റ് 1902 പേര്, ആകെ അഡ്വൈസ് 839, ഓപ്പൺ കാറ്റഗറി 792. ഇനി നോക്കണം പുതിയ റാങ്ക് ലിസ്റ്റിൽ നോക്കൂ 741. അതായത് കഴിഞ്ഞ വർഷം 839 അഡ്വൈസ് പോയി, 792 ഓപ്പൺ കാറ്റഗറി. ഓപ്പൺ കാറ്റഗറിയുടെ അത്ര പോലും ഉദ്യോഗാർത്ഥികളെ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. അതായത് കഴിഞ്ഞ വർഷം പോയ അതേ ഓപ്പൺ കാറ്റഗറിയിലുള്ള അത്രയും മെമ്പേഴ്സിനെ പോലും ഉദ്യോഗാർത്ഥികളെ പോലും പുതിയ റാങ്ക് ലിസ്റ്റിൽ PSC ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം എത്രത്തോളം വെട്ടിച്ചുരുക്കിയെന്ന്. എത്രത്തോളം വെട്ടിച്ചുരുക്കുന്നുണ്ടോ നോക്കണം. അടുത്ത നമ്മൾ എറണാകുളം KP1 2017 602 പോയതാണ്. കട്ട് ഓഫ് 27 2019 വിളിച്ച നോട്ടിഫിക്കേഷനിൽ വന്നത് 2500 പേര്. റാങ്ക് ലിസ്റ്റ് 1203 പേരുണ്ടായിരുന്നു. ആകെ അഡ്വൈസ് 615, OC 565 ആണ്. OC 565. അടുത്ത് നോക്കണം
അടുത്ത റാങ്ക് ലിസ്റ്റിൽ OC കാറ്റഗറിയിലെ അത്ര പോലും ഉദ്യോഗാർത്ഥികൾ ഉൾപ്പെടുത്തിയിട്ടില്ല. 487 പുതിയ റാങ്ക് ലിസ്റ്റിലുള്ളത്. KP1 പുതിയ റാങ്ക് ലിസ്റ്റിലുള്ളത് 487 പേര് മാത്രമാണ്. അതേപോലെ തൃശ്ശൂർ KP1 951 പോയത്. അടുത്ത OC നിയമനം 562 പോയത്. അടുത്ത റാങ്ക് ലിസ്റ്റിലുള്ളത് 827. അഡ്വൈസ് 697 പോയി. OC 562. റാങ്ക് ലിസ്റ്റിൽ 1913 പേരുണ്ടായിരുന്നു. പുതിയ റാങ്ക് ലിസ്റ്റിൽ നേര് പകുതി പോലും ഇല്ല. ഒരു 40%, 60% വെട്ടി കുറച്ചിട്ടുണ്ട്. 827 പേരാണ് പുതിയ റാങ്ക് ലിസ്റ്റിൽ. അതുപോലെ പത്തനംതിട്ട KP3 ആദ്യം 2017 ആ സമയത്ത് 763 പോയിട്ടുണ്ട്. നമ്മുടെ ഇക്കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും അഡ്വൈസ് 773, ഓപ്പൺ കാറ്റഗറി 688, പുതിയ റാങ്ക് ലിസ്റ്റിൽ 596. ഓപ്പൺ കാറ്റഗറിയിൽ അത്ര പോലും ഉദ്യോഗാർത്ഥികളെ പുതിയ റാങ്ക് ലിസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടില്ല. അതിൽ കാസർഗോഡ് KP4 അവസ്ഥ നോക്ക്. 2017 754 അഡ്വൈസ് പോയതാണ്. കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും 591 അഡ്വൈസ്. OC 479. പുതിയ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 685 ഉദ്യോഗാർത്ഥികളാണുള്ളത്. 685. 1774 നിന്ന് റാങ്ക് ലിസ്റ്റ് 685 ചുരുങ്ങിയിട്ടുണ്ട്. ലാസ്റ്റ് ബറ്റാലിയൻ നമ്മുടെ ഇടുക്കിയിൽ KP5 ബറ്റാലിയനാണ്. 600 അഡ്വൈസ് പോയതാണ് 2017 കാലഘട്ടത്തിൽ. ഇപ്പം ഇക്കഴിഞ്ഞ ലിസ്റ്റിൽ നിന്നും റാങ്ക് ലിസ്റ്റിൽ 1282 പേരും, അതിൽ അഡ്വൈസ് 407. അതിൽ ഓപ്പൺ കാറ്റഗറിന് 363. ഒന്ന് വ്യത്യാസം നോക്കണം. 600, 363. പുതിയ അഡ്വൈസ് നോക്കണം. ആദ്യത്തെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 1282 ഇട്ടത്. അടുത്ത റാങ്ക് ലിസ്റ്റിൽ 1494. ഏകദേശം 3.1% ഉദ്യോഗാർത്ഥികളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ PSC അത്രത്തോളം ആൾക്കാരെ വെട്ടിച്ചുരുങ്ങുന്നുണ്ട്. ഓരോ റാങ്ക് ലിസ്റ്റിൽ നിന്നും ഒട്ടുമിക്ക ബറ്റാലിയനിലും OC ഏകദേശം OC നിയമനത്തിൻ്റെ അടുത്ത് മാത്രമാണ് മെയിൻ ലിസ്റ്റ് പോലും PSC ഇട്ടിട്ടുള്ളത്. OC നിയമനത്തിൻ്റെ അടുത്താണ് മെയിൻ ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികളെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ലിസ്റ്റിൽ ഇടം നേടിയവർക്ക് ചെറിയ നിയമന സാധ്യത ഉണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ഇക്കാലഘട്ടത്തിൽ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റൂല. കാരണം നിയമനങ്ങൾ നേര് പകുതി വെച്ചൊക്കെയാണ് ചിലയിടത്ത് കുറഞ്ഞിട്ടുള്ളത്. അപ്പം ലിസ്റ്റിൽ ഇടം പിടിച്ചവർക്കെല്ലാം അഭിനന്ദനങ്ങൾ, സാധ്യത ഉണ്ട്. എന്നാലും നിങ്ങൾ നല്ലപോലെ വർക്ക് ചെയ്യണം. എത്രയൊക്കെ വർക്ക് ചെയ്താലും ഒരു ലിമിറ്റുണ്ട്. അത് കഴിഞ്ഞ ലിസ്റ്റുകാർക്ക് മനസ്സിലായി കാണും എത്രത്തോളം അവർ കഷ്ടപ്പെട്ടു എന്ന്. എന്നിട്ടും അവർക്ക് അതിൻ്റേതായ ഒരു പ്രതിഫലം ലഭിച്ചിട്ടില്ല. എന്നാലും നിങ്ങളും കഷ്ടപ്പെടുക തന്നെ ചെയ്യണം. അതേപോലെ ഇനി വരാൻ പോകുന്ന പോലീസ് എക്സാമൊക്കെ എഴുതാൻ പോകുന്നവർ ഏകദേശം 100ൻ്റെ അകത്തുള്ള ഒരു റാങ്ക് പ്രതീക്ഷിച്ച് പരീക്ഷ എഴുതിയാൽ മതി. 100ൻ്റെ താഴോട്ടാണെങ്കിൽ ജോലി ഇല്ലെന്ന് വിചാരിച്ച് തന്നെ പരീക്ഷ എഴുതണം. 100ൻ്റെ അകത്ത് റാങ്ക് ഉള്ളവർക്കാണ് ജോലി കിട്ടൂ എന്നൊരു ഉദ്ദേശത്തിൻ്റെ അകത്ത് 100ൻ്റെ അകത്തുള്ള റാങ്കുകാർക്ക് ആ ഒരു റേഞ്ചിലെത്താൻ വേണ്ടി അത്രത്തോളം പ്രയത്നിച്ച് വേണം പരീക്ഷ എഴുതാൻ. പണ്ടൊക്കെയാണ് നമ്മൾ CPO എന്നൊക്കെ പറഞ്ഞ് ചെറിയ ഫിസിക്കലൊക്കെ ഉള്ളതുകൊണ്ട് അല്പം നമുക്കൊരു മറ്റ് എക്സാമുകളെക്കാളും കുറച്ച് ഈസിനെസ് നമുക്ക് ഫീൽ ചെയ്തിരുന്നു പോലീസ് എക്സാമൊക്കെ, യൂണിഫോം പോസ്റ്റുകളിലുള്ള മിക്ക എക്സാമുകൾക്കും. പക്ഷേ ഇപ്പോൾ നിലവിലെ സാഹചര്യം അതല്ല. ഏതെങ്കിലും ഒരു ജോലിക്ക് വേണ്ടിയാണ് എല്ലാവരും ഓടി നടക്കുന്നത്. കഷ്ടപ്പെട്ടൊക്കെ ഇരുന്നാണ് എല്ലാവരും പഠിക്കുന്നത്. ഇനി വരാൻ പോകുന്ന ഏത് റാങ്ക് ലിസ്റ്റ് ആയാലും PSC ഇനിയിപ്പോൾ നമ്മുടെ OC കാറ്റഗറി വൈസുള്ള ആൾക്കാരെ അനുസരിച്ചായിരിക്കും പുതിയ റാങ്ക് ലിസ്റ്റൊക്കെ പബ്ലിഷ് ചെയ്യുന്നത്. നമ്മുടെ LDC ആയാലും LGS ആയാലും ഏത് തന്നെയായാലും OC വെച്ചുള്ള കണക്കും അനുസരിച്ചായിരിക്കും പുതിയ റാങ്ക് ലിസ്റ്റ് PSC ഇടുന്നത്. സോ ഇനി പരീക്ഷ എഴുതുന്നവരെല്ലാവരും നല്ലപോലെ റാങ്ക് മുകളിലോട്ട് വരാൻ വേണ്ടി മാത്രം പരീക്ഷ എഴുതുക. അല്ലെങ്കിൽ ഈ പരിപാടി നിർത്തി പോവുക. അവസ്ഥ അറിയാമല്ലോ. അപ്പം നല്ല റാങ്കിന് വേണ്ടി മാത്രം കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ജോലി കിട്ടും. മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിരിക്കും.